ഈ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാരെ ഈ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതിൽ വലിയ പ്രതിഷേധം വരികയാണ്. തീർച്ചയായിട്ടും പ്രതിഷേധം ന്യായമായ പ്രതിഷേധമാണ്. അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ അന്വേഷണം നടത്തേണ്ടത്. ഇവർ റിമാൻഡിൽ പോയതിന് ശേഷമാണ് നമുക്ക് ഇത് സംബന്ധിച്ച് അവിടുന്ന് വിവരങ്ങൾ കിട്ടുന്നത്. വിവരം കിട്ടിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ കൃത്യമായ ഇടപെടൽ ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്ര അദ്ദേഹം ഡൽഹിയിലുണ്ട്. അദ്ദേഹം നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പുമായി ഇതിനകത്ത് കൃത്യമായ നോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ റിമാൻഡിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ അതിനെ സംബന്ധിച്ച് പരിഹാരമുണ്ടാക്കാമെന്നത് സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മൊഴിയുണ്ട്, ഇവർക്കെതിരായൊരു മൊഴിയുണ്ട്. ആ മൊഴിയിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഇന്നലെ എത്തി ആ മൊഴി ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി അവർ ജാമ്യാപേക്ഷ കോടതിയിലായതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യണം. ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്ന സമയത്ത് ഈ കേസിനെ സംബന്ധിച്ചുള്ള നിജസ്ഥിതി എന്താണ്, ഇപ്പോൾ ഇവരുടെ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ നിജസ്ഥിതി നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് നീതി ഉണ്ടാകണം, നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിരപരാധികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കണമെന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും. അതിപ്പോൾ അവിടുത്തെ കോടതി രജിസ്റ്റർ അനുസരിച്ച് എന്നാണ് എടുക്കുന്നതെന്ന് അറിയില്ല, എങ്കിൽ പോലും ഇന്ന് ജാമ്യാപേക്ഷ അവിടെ ഫയൽ ചെയ്യും. നിരന്തരമായി അവിടുത്തെ സുപ്പീരിയർ ചാൻസലറാണ്, അവിടുത്തെ അതുപോലെ CBCയുമായും അതുപോലെ കേരള ലേബർ കോൺഗ്രേഷൻ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെയും കേന്ദ്ര ഘടകത്തിൻ്റെയും പിന്തുണ അവരോടൊപ്പം ഉണ്ടാവും. അതിൽ നീതി നടക്കും. കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ള തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ BJPക്ക് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവർക്ക് നീതി ലഭ്യമാകണം. നീതിപൂർവമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയുന്നതും നമുക്ക് ചെയ്യാൻ കഴിയുന്നതും. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്.